അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഇഷ്ടം എന്താണോ അതാണ് നമ്മളിൽ നിന്ന് പ്രവർത്തിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ഇഷ്ടമുള്ളത് മാത്രമാണ് നമ്മൾ കാണേണ്ടതും കേൾക്കേണ്ടതും പറയേണ്ടതും പ്രവർത്തിക്കേണ്ടതുമെല്ലാം. ആയതുകൊണ്ട് നമ്മൾ വളരെയധികം സൂക്ഷ്മതയോടുകൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഏത് നിമിഷവും നമ്മളുടെ മരണം സംഭവിക്കാം. അതിനെ ഓർത്തുകൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നമ്മൾ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താതെ അള്ളാഹുവിലേക്ക് മാത്രം ഇബാദത്തുകൾ അർപ്പിച്ച് അള്ളാഹിൻ്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഹാന്മാരോടുകൂടെ ചേരാൻ ദുആ ചെയ്തുകൊണ്ടും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടും 5 വഖത്ത് നമസ്കാരം കൃത്യസമയത്ത് തന്നെ നിർവഹിച്ചുകൊണ്ടും അവൻ്റെ ഇഷ്ടദാസന്മാരോടുകൂടെ ചേർന്നുകൊണ്ട് ജീവിക്കാൻ നമ്മളെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുന്നതാകട്ടെ. പ്രിയമുള്ളവരെ, പ്രകൃതി ദുരിതങ്ങൾ ലോകമെമ്പാടും വളരെ കൊടികുത്തി വാഴുന്ന ഒരു കാലഘട്ടമാണ്. അതിനൊക്കെ കാരണം അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ടുള്ള ജീവിതം തന്നെയാണ്. അതുതന്നെയാണ് അതിനുള്ള പ്രത്യേക കാരണം. അള്ളാഹു ഒരുപാട് സമുദായത്തെ ദുനിയാവിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്, ശപിക്കപ്പെട്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അള്ളാഹു നാം എല്ലാവരെയും പെടുത്താതിരിക്കട്ടെ എന്ന് പരിപൂർണമായി നമ്മൾ എപ്പോഴും ചെയ്യണം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഓരോ നിമിഷത്തെ ജീവിതവും അവൻ്റെ പൊരുത്തത്തിലായിക്കൊണ്ടാണ് അങ്ങേയറ്റം പ്രയത്നിക്കേണ്ടതുണ്ട്. ഹറാമിയത്ത് നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. എവിടെ നോക്കിയാലും ഹറാമിയത്തല്ലാതെ മറ്റൊന്നും കാണാനില്ലാത്ത ഒരു സന്ദർഭത്തിലാണ് നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള മോഹനങ്ങളെ, അങ്ങേയറ്റം അള്ളാഹുവിൻ്റെ തൃപ്തിക്കും പൊരുത്തത്തിനും വേണ്ടി പ്രവർത്തിക്കുക, പ്രയത്നിക്കുക, അതിനുവേണ്ടി ജീവിക്കുക. ആഹാരം സലാമത്തായി കിട്ടുവാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ദുആയാണ് ഏറ്റവും വലിയ ആയുധം. അത് കൈവിടിയരുത്. സദാ അള്ളാഹുവിൻ്റെ ദുആയിലായിരിക്കണം, അള്ളാഹുവിൻ്റെ സ്മരണയിലായിരിക്കണം. അള്ളാഹു നാമെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.